തമിഴ്നാട്ടിൽ ആദ്യമായി മുസ്ലിം ലീഗ് മന്ത്രിസഭയിലേക്കുള്ള വിജയുടെ ക്ഷണം സ്വീകരിക്കാൻ ലീഗ് തീരുമാനിച്ചു. 2 കോൺഗ്രസ് പ്രതിനിധികൾ ഉൾപ്പെടെ 23 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. 59 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. മന്ത്രിസഭയിലേക്കുള്ള ക്ഷണം VCK നിരസിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗ് തമിഴ്നാട് മന്ത്രിസഭയിലേക്ക് കടന്നുവരുന്നത്. പാപനാശം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച AM ഷാജഹാനാണ് ലീഗിന്റെ മന്ത്രിയായി എത്തുന്നത്. ഷാജഹാൻ TVK സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് നിയമസഭയിലെത്തിയത്. TVK സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച വ്യക്തി തന്നെ TVK മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്ന കൗതുകം ഇത്തവണയുണ്ട്. DMK മുന്നണിയുടെ ഭാഗമായി ഉണ്ടായിരുന്നെങ്കിലും മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലേക്ക് ഇതുവരെ പരിഗണിച്ചിരുന്നില്ല. പലപ്പോഴും ലീഗ് സ്ഥാനാർത്ഥികൾ DMK ചിഹ്നത്തിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിൽ 59 വർഷത്തിനു ശേഷം കോൺഗ്രസിനും മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മേലൂർ MLA P. വിശ്വനാഥൻ, കിള്ളിയൂർ MLA S. രാജേഷ് കുമാർ എന്നിവരാണ് പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. 1967 കോൺഗ്രസ് അവസാനമായി തമിഴ്നാട്ടിൽ മന്ത്രിസഭയിലെത്തിയത്. 36 അംഗങ്ങളുള്ള മന്ത്രിസഭയിൽ ചരിത്രത്തിലാദ്യമായി 7 മന്ത്രിമാർ ദലിത് വിഭാഗങ്ങളിൽ നിന്നാണെന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് 23 MLA-മാരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം മന്ത്രിസഭയിലേക്കുള്ള ക്ഷണം VCK നിരസിച്ചു. VCKയും ഇടതു പാർട്ടികളും സർക്കാരിനെ പുറത്തുനിന്നാണ് പിന്തുണക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.